ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ LDC +2 ഡിഗ്രി ലെവൽ എന്നീ PSC പരീക്ഷകൾക്കുള്ള മലയാളം ക്ലാസ്സസ് ആണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, അതുപോലെ ഒറ്റപ്പദം, പര്യായം എന്നിവയുടെ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചെടുക്കുന്നത് വിപരീത പദമാണ്. അപ്പോൾ എന്താണ് വിപരീതം? ഒരു വാക്കിൻ്റെ അർത്ഥത്തിൻ്റെ നേരെ എതിരായിട്ടുള്ള അർത്ഥമാണ് വിപരീതം. നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഓപ്പോസിറ്റ് വേർഡ്സ് എന്ന് പറയും, അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് വിപരീത പദം ഭാഗം 1 പഠിച്ചെടുക്കുന്നത്. അപ്പോൾ മലയാളം ക്ലാസ്സസ് തുടർച്ചയായിട്ട് കാണണമെങ്കിൽ നിങ്ങൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട് പേജിൽ തന്നെ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ലഭിക്കുന്നത്. ഇവിടെ SCERT, NCERT ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ 10th ലെവൽ, 12th ലെവൽ, ഡിഗ്രി ലെവൽ എന്നിങ്ങനെയുള്ള ലെവൽസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനോടൊപ്പം ബ്രിസ്റ്റു പ്ലസ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മലയാളം എന്ന് കാണാൻ സാധിക്കും. മലയാളത്തെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ മലയാളം ക്ലാസ്സസും നിങ്ങൾക്ക് കാണാം. അപ്പം നമുക്ക് വിപരീത പദങ്ങൾ നോക്കാം. ആദ്യത്തേത് അപരകായം. അപരകായം എന്നതിൻ്റെ വിപരീതമാണ് പൂർവകായം. അപരകായം എന്നാൽ ശരീരത്തിൻ്റെ പിൻഭാഗം എന്നാണ് അർത്ഥം വരുന്നത്. പൂർവകായമാണ് ഓപ്പോസിറ്റ്, എന്താണ്? ശരീരത്തിൻ്റെ മുൻഭാഗം. അപരകായം വിപരീതം വരുന്നത് പൂർവകായം. അടുത്തത് അഗ്രജൻ. അഗ്രജൻ എന്നതിൻ്റെ വിപരീതം വരുന്നത് അവരജൻ. അഗ്രജൻ എന്നാൽ ജ്യേഷ്ഠൻ എന്നാണ് അർത്ഥം. അഗ്രജൻ ജ്യേഷ്ഠൻ, അവരജൻ അനുജൻ അല്ലെങ്കിൽ ഇളയാൾ. അഗ്രജൻ മൂത്ത ആൾ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ എന്ന അർത്ഥത്തിലാണ് വരുന്നത്. അടുത്തത് അത്താഴം. അത്താഴം എന്നാൽ രാത്രിയിലെ ഭക്ഷണം. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് മുത്താഴം. എന്താണ്? രാവിലത്തെ ഭക്ഷണം അല്ലെങ്കിൽ ഉച്ചയ്ക്കുള്ള ഭക്ഷണം എന്നാണ് അർത്ഥം വരുന്നത്. അത്താഴം വിപരീതം വരുന്നത് മുത്താഴം. അടുത്തത് അനൂനം. അനൂനം അർത്ഥം വരുന്നത് കുറവില്ലാത്ത. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഊനം, തടസ്സം. അതായത് അനൂനം വിപരീത പദം വരുന്നത് ഊനം. അഗ്രം. അഗ്രം വിപരീതം പുച്ഛം. അഗ്രം വിപരീതം പുച്ഛം. അതയം. അതയം വിപരീതം വരുന്നത് സദയം. അതയം എന്നാൽ ദയയില്ലാതെ എന്നാണ് അർത്ഥം വരുന്നത്. സദയം ദയയോടുകൂടി. അതയം വിപരീതം വരുന്നത് സദയം. അടുത്തത് അധപതനം. അധപതനം നാശം, ഉത്പതനം നല്ലത്. അധപതനം വിപരീതം വരുന്നത് ഉത്പതനം. അടുത്തത് അജ്ഞാതം. അജ്ഞാതം അറിയാത്ത അല്ലെങ്കിൽ അറിയപ്പെടാത്ത. അജ്ഞാതം അറിയപ്പെട്ടത്. അജ്ഞാതം ഓപ്പോസിറ്റ് വരുന്നത് ജ്ഞാതം. അടുത്തത് അനുഗ്രഹം. അനുഗ്രഹിക്കുക. ഓപ്പോസിറ്റ് വരുന്നത് നിഗ്രഹം. അനുഗ്രഹം വിപരീതം നിഗ്രഹം. അടുത്തത് അംഗീകാരം. അംഗീകരിക്കുക, സ്വീകരിക്കുക. തിരസ്കാരമാണ് ഓപ്പോസിറ്റ് വരുന്നത്. തിരസ്കാരം നിന്ദിക്കുക, തള്ളിക്കളയുക. ഒന്നുകൂടെ നോക്കാം. അപരകായം ഓപ്പോസിറ്റ് വരുന്നത് പൂർവകായം. അഗ്രജൻ ഓപ്പോസിറ്റ് അവരജൻ. അത്താഴം വിപരീതം എന്താണ്? മുത്താഴം. അനൂനം വിപരീതം ഊനം. അഗ്രം വിപരീതം പുച്ഛം. അതയം വിപരീതം സദയം. അധപതനം വിപരീതം വരുന്നത് ഉത്പതനം. അജ്ഞാതം ജ്ഞാതം. അനുഗ്രഹം നിഗ്രഹം. അംഗീകാരം തിരസ്കാരം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തത് നോക്കാം. അഘം. അഘം എന്നതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് അനഘം. അഘം വിപരീതം വരുന്നത് അനഘം. അഘം അർത്ഥം വരുന്നത് പാപം എന്നാണ്. അനഘം അർത്ഥം വരുന്നത് പാപമില്ലാതെ. അഘം വിപരീതം വരുന്നത് അനഘം. അടുത്തത് അഭേദ. അഭേദ വിപരീതം ഉഭേദ. അഭേദ വിപരീതം വരുന്നത് ഉഭേദ. അടുത്തത് അർത്തി. അർത്തി വിപരീതം പ്രത്യർത്തി. അർത്തി വിപരീതം വരുന്നത് പ്രത്യർത്തി. അടുത്തത് അഭിമാനം. അഭിമാനം എന്താണ്? അപമാനം. അഭിമാനം അപമാനം. അഭിമാനിക്കുക. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നന്നായിട്ട് അഭിമാനിക്കുകയാണ് ചെയ്യുക, നല്ല കാര്യം ചെയ്യുമ്പോൾ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? അപമാനം. അടുത്തത് അനുലോമം. അനുലോമം ക്രമം. അതിൻ്റെ വിപരീതമാണ് പ്രതിലോമം, അതായത് ക്രമമില്ലാത്തത്. അനുലോമം വിപരീതം വരുന്നത് പ്രതിലോമം. അടുത്തത് അമൃതം. അമൃതം വിപരീത പദം വരുന്നത് ഗരളം. അമൃതം വിപരീതം ഗരളം. അമൃതം നല്ലതാണ്, ഗരളം എന്താണ്? വിഷം. അമൃതം വിപരീതം വരുന്നത് ഗരളം. അടുത്തത് അപചയം. അപചയം വിപരീതം ഉപചയം. അപചയം വിപരീതം വരുന്നത് ഉപചയം. അടുത്തത് അത്ര. അത്ര ഇവിടെ, തത്ര അവിടെ. അത്ര വിപരീതം തത്ര. അടുത്തത് അക്രമം. അക്രമം വിപരീതം ക്രമം. അക്രമം വിപരീതം വരുന്നത് ക്രമം. അധികം. അധികം വളരെ, ന്യൂനം കുറച്ച്. അധികം വിപരീതം ന്യൂനം. ഒന്നുകൂടെ നോക്കാം. അഘം വിപരീതം അനഘം. അഭേദ
ഉപേത, അർത്ഥി, പ്രത്യർത്ഥി, അഭിമാനം, അപമാനം, അനുലോമം, പ്രതിലോമം, അമൃതം, ഗരളം, അപജയം, ഉപജയം, അത്ര, തത്ര, അക്രമം, ക്രമം, അധികം, ന്യൂനം. ഓക്കെ അല്ലേ? അടുത്തത് അനവദ്യം. അനവദ്യം എന്നതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് അവധ്യം. അനവദ്യം ഓപ്പോസിറ്റ് അവധ്യം. അടുത്തത് അടിയാർ. അടിയാർ വിപരീതം വരുന്നത് കുടിയാർ. അടിയാർ വിപരീതം കുടിയാർ. അടുത്തത് അനശ്വരത. അനശ്വരത വിപരീതം നശ്വരം. അനശ്വരം അല്ലെങ്കിൽ അനശ്വരത എന്താണ്? നശ്വരം എന്നാണ് വരുന്നത്. അനശ്വരത നാശമില്ലാത്തത്, നശ്വരം നശിക്കുന്നത്. അടുത്തത് അനേകം. അനേകം പലത്, അതായത് ഒന്നിൽ കൂടുതൽ എന്ന അർത്ഥത്തിലാണ് വരുന്നത്. അനേകം ഒന്നിൽ കൂടുതൽ, ഏകം ഒന്ന്. അനേകം ഓപ്പോസിറ്റ് വരുന്നത് ഏകം. അടുത്തത് അലസം. അലസം ഓപ്പോസിറ്റ് വരുന്നത് ഉജ്ജ്വലം. അലസം ഓപ്പോസിറ്റ് ഉജ്ജ്വലം. അടുത്തത് അസ്മാകം. അസ്മാകം ഞങ്ങളുടെ. യുഷ്മാകം നിങ്ങളുടെ. അശ്മാകം ഓപ്പോസിറ്റ് വരുന്നത് യുഷ്മാകം. അടുത്തത് അച്ചം. അച്ചം തെളിഞ്ഞ, അനച്ചം തെളിവില്ലാത്തത്. അതായത് അച്ചം ഓപ്പോസിറ്റ് വരുന്നത് അനച്ചം. അച്ചം വിപരീതം അനച്ചം. അടുത്തത് അഗ്രഗണ്യൻ. അഗ്രഗണ്യൻ എല്ലാത്തിനും ഒന്നാമൻ എന്നാണ് ഓപ്പോസിറ്റ്. അഗണ്യൻ എല്ലാത്തിനും ഒന്നാമതല്ലാത്തത്, അതായത് മോശക്കാരൻ എന്ന അർത്ഥത്തിലാണ് വരുന്നത്. അഗ്രഗണ്യൻ ഓപ്പോസിറ്റ് വരുന്നത് അഗണ്യൻ. അടുത്തത് അണിമ. അണിമ ഓപ്പോസിറ്റ് ഗരിമ. അണിമ ഓപ്പോസിറ്റ് വരുന്നത് ഗരിമ. അഭിജ്ഞൻ. അഭിജ്ഞൻ വിപരീതം അനഭിജ്ഞൻ. അഭിജ്ഞൻ എന്നാൽ അറിവുള്ളവൻ, അനഭിജ്ഞൻ അറിവില്ലാത്തവൻ. ഒന്നുകൂടെ നോക്കാം. അനവധ്യം ഓപ്പോസിറ്റ് വരുന്നത് അവധ്യം. അടിയാർ എന്നതിൻ്റെ വിപരീതം കുടിയാർ. അനശ്വരത വിപരീതം നശ്വരം. അനേകം വിപരീതം ഏകം. അലസം വിപരീതം ഉജ്ജ്വലം. അസ്മാകം വിപരീതം യുഷ്മാകം. അച്ചം വിപരീതം അനച്ചം. അഗ്രഗണ്യൻ വിപരീതം അഗണ്യൻ. അണിമ, ഗരിമ, അഭിജ്ഞൻ, അനഭിജ്ഞൻ. അടുത്തത് അമരം. അമരം വിപരീതം വരുന്നത് അണിയം. അമരം എന്നാൽ തോണിയുടെ പിൻഭാഗം എന്നാണ് അർത്ഥം വരുന്നത്. അണിയം എന്നാൽ തോണിയുടെ മുൻഭാഗം. അമരം ഓപ്പോസിറ്റ് വരുന്നത് അണിയം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമുക്കിതിൽ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതുപോലെ SCRT കണ്ടന്റും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോ ക്ലാസ്സസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. അടുത്തത് അപവാദം. അപവാദം വിപരീതം വരുന്നത് ഉത്സർഗം. അപവാദം വിപരീതം ഉത്സർഗം. അടുത്തത് അപകാരം. അപകാരം വിപരീതം ഉപകാരം. അപകാരം വിപരീതം ഉപകാരം. അമരം ഓപ്പോസിറ്റ് വരുന്നത് അണിയം. അപവാദം ഓപ്പോസിറ്റ് ഉത്സർഗം. അപകാരം ഓപ്പോസിറ്റ് വരുന്നത് ഉപകാരം. അടുത്തത് അമാന്തം. അമാന്തം അമളി. ശുഷ്കാന്തി എന്താണ്? ശ്രദ്ധ. അമാന്തം വിപരീതം വരുന്നത് ശുഷ്കാന്തി. അമാന്തം വിപരീതം ശുഷ്കാന്തി. അഗാഹം. അഗാഹം എന്താണ്? അശുദ്ധ ദിവസം. പുണ്യാഹം പുണ്യ ദിവസം. അതായത് അഗാഹം എന്നാൽ അശുദ്ധമായത്, പുണ്യാഹം പുണ്യമായത്, നല്ലത്. അഗാഹം വിപരീതം പുണ്യാഹം. അപചാരം. അപചാരം വിപരീതം ഉപചാരം. അപചാരം വിപരീതം വരുന്നത് ഉപചാരം. അടുത്തത് അപരിചിതം. അപരിചിതം വിപരീതം പരിചിതം. അപരിചിതം വിപരീതം പരിചിതം. അടുത്തത് അനുരോധം. അനുരോധം വിപരീതം പ്രതിരോധം. അനുരോധം വിപരീതം പ്രതിരോധം. അടുത്ത അഭാവം. അഭാവം വിപരീതം സാന്നിധ്യം. അഭാവം വിപരീതം വരുന്നത് സാന്നിധ്യം. ഒന്നുകൂടെ നോക്കാം. അമരം. അമരം എന്നതിൻ്റെ വിപരീതം വരുന്നത് അണിയം. അപവാദം വിപരീതം ഉത്സർഗം. അപവാദം വിപരീതം ഉത്സർഗം. അപകാരം. അപകാരം വിപരീതം ഉപകാരം. അടുത്തത് അമാന്തം. അമാന്തം വിപരീതം ശുഷ്കാന്തി. അഗാഹം. അഗാഹം വിപരീതം വരുന്നത് പുണ്യാഹം. അടുത്ത അപചാരം. അപചാരം വിപരീതം ഉപചാരം. അപചാരം വിപരീതം വരുന്നത് ഉപചാരം. അപരിചിതം. അപരിചിതം വിപരീതം പരിചിതം. അനുരോധം. അനുരോധം വിപരീതം പ്രതിരോധം. അഭാവം. അഭാവം വിപരീതം സാന്നിധ്യം. അടുത്തത് അനാഥം. അനാഥം വിപരീതം വരുന്നത് സനാഥം. അനാഥം എന്നാൽ എന്താണ്? അനാഥമായത്. സനാഥം നാഥനുള്ളവൾ. അനാഥം നാഥനില്ലാത്തവ. സനാഥം നാഥനുള്ളവ. അടുത്തത് അജ്ഞാതൻ.
അജ്ഞാതൻ എന്നതിൻ്റെ വിപരീതം ജ്ഞാതൻ. അജ്ഞാതം, ജ്ഞാതം, അജ്ഞാതൻ, ജ്ഞാതൻ. അടുത്തത് അരങ്ങ്. അരങ്ങ് എന്നതിൻ്റെ വിപരീതം വരുന്നത് അണിയറ. അരങ്ങ് എന്നതിൻ്റെ വിപരീതം അണിയറ. അടുത്തത് അങ്കുശം. അങ്കുശം വിപരീതം വരുന്നത് നിരങ്കുശം. അങ്കുശം വിപരീതം നിരങ്കുശം. അടുത്ത അധമം. അധമം വിപരീതം ഉത്തമം. അധമം വിപരീതം വരുന്നത് ഉത്തമം. അടുത്ത അധമൻ. അധമൻ വിപരീതം ഉത്തമൻ. അധമൻ വിപരീതം വരുന്നത് ഉത്തമൻ. അടുത്തത് അധമർണൻ. അധമർണൻ വിപരീതം ഉത്തമർണൻ. അധമർണൻ വിപരീതം ഉത്തമർണൻ. അപേക്ഷണീയം. അപേക്ഷണീയം വിപരീതം വരുന്നത് ഉപേക്ഷണീയം. അപേക്ഷണീയം വിപരീതം ഉപേക്ഷണീയം. അടുത്തത് അപരം. അപരം വിപരീതം വരുന്നത് പൂർവം. അപരം വിപരീതം പൂർവം. അടുത്തത് അപാരം. അപാരം വിപരീതം എന്താ? പാരം. അപാരം വിപരീതം പാരം. ഒന്നുകൂടെ നോക്കാം. അനാഥം വിപരീതം സനാഥം. അജ്ഞാതൻ വിപരീതം ജ്ഞാതൻ. അരങ്ങ് വിപരീതം അണിയറ. അങ്കുശം നിരങ്കുശം. അധമം ഉത്തമം. അധമൻ ഉത്തമൻ. അധമർണൻ ഉത്തമർണൻ. അപേക്ഷണീയം ഉപേക്ഷണീയം. അപരം പൂർവം. അപാരം എന്താണ്? പാരം. ഓക്കെ അല്ലേ? അടുത്തത് അധുനാതനം. അധുനാതനം എന്നാൽ ഇപ്പോഴത്തെ, പുരാതനം പഴയത്. അധുനാതനം ഇപ്പോഴത്തെ, പുരാതനം പഴയത്. അടുത്ത അധോഗതി. അധോഗതി വിപരീതം വരുന്നത് ഊർധഗതി. അധോഗതി വിപരീതം ഊർധഗതി. അധോഭാഗം. അധോഭാഗം കീഴ്ഭാഗം. ഉപരിഭാഗം മേൽഭാഗം. അധോഭാഗം വിപരീതം വരുന്നത് എന്താണ്? ഉപരിഭാഗം. അടുത്ത അധമാംഗം ഉത്തമാംഗം. അധമാംഗം പാദം. ഉത്തമാംഗം ശിരസ്. അധമാംഗം വിപരീതം വരുന്നത് ഉത്തമാംഗം. അടുത്ത അതിരൂഢ. അതിരൂഢ വിപരീതം അവരൂഢ. അതിരൂഢ വിപരീതം വരുന്നത് അവരൂഢ. അടുത്ത അനുകൂലം. അനുകൂലം വിപരീതം പ്രതികൂലം. അനുകൂലം വിപരീതം വരുന്നത് പ്രതികൂലം. അപായം. അപായം വിപരീതം ഉപായം. അപായം വിപരീതം വരുന്നത് ഉപായം. അപേക്ഷ. അപേക്ഷ വിപരീതം ഉപേക്ഷ. അപേക്ഷ വിപരീതം വരുന്നത് ഉപേക്ഷ. അടുത്ത അബദ്ധം. അബദ്ധം എന്നതിൻ്റെ വിപരീതം സുബദ്ധം. അബദ്ധം സുബദ്ധം. അടുത്ത അതിരിക്താംഗൻ. അതിരിക്താംഗൻ എന്നതിൻ്റെ വിപരീതം ഹീനാംഗൻ. അതിരിക്താംഗൻ എന്നാൽ കൂടുതലുള്ളത് എന്നാണ് അർത്ഥം വരുന്നത്. അതിരിക്താംഗൻ കൂടുതലുള്ളത്, ഹീനാംഗൻ കുറവുള്ളത്. അതായത് ഒരു അവയവം കൂടുതലുള്ളത് അതിരിക്താംഗൻ, ഹീനാംഗൻ ഒരു അവയവം കുറവുള്ളത്. അതിരിക്താംഗൻ ഓപ്പോസിറ്റ് ഹീനാംഗൻ. അടുത്തത് അഭിജ്ഞൻ. അഭിജ്ഞൻ അനഭിജ്ഞൻ അല്ലെങ്കിൽ അജ്ഞൻ. അഭിജ്ഞൻ അനഭിജ്ഞൻ അല്ലെങ്കിൽ അജ്ഞൻ. അന്തർഭാഗം. അന്തർഭാഗം ഉൾവശം. ബഹിർഭാഗം എന്താണ്? പുറം ഭാഗം അല്ലെങ്കിൽ പുറത്ത്. അന്തർഭാഗം അതിനെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ബഹിർഭാഗം. അപരാധി. അപരാധി ഓപ്പോസിറ്റ് വരുന്നത് നിരപരാധി. അപരാധി ഓപ്പോസിറ്റ് നിരപരാധി. അരിശം. അരിശം ഓപ്പോസിറ്റ് വരുന്നത് പിരിശം. അരിശം ഓപ്പോസിറ്റ് പിരിശം. അസ്തമയം. അസ്തമയം ഓപ്പോസിറ്റ് ഉദയം. അസ്തമയം ഓപ്പോസിറ്റ് വരുന്നത് ഉദയം. അടുത്ത അടിയാർ. അടിയാർ ഓപ്പോസിറ്റ് വരുന്നത് കുടിയാർ. അടിയാർ ഓപ്പോസിറ്റ് കുടിയാർ. അമുഷ്മിക. അമുഷ്മിക പരലോകത്തെ സംബന്ധിച്ചത്. ഐഹിക എന്താണ്? ഇഹലോകത്തെ സംബന്ധിച്ചത്. അമുഷ്മിക ഓപ്പോസിറ്റ് ഐഹിക. അടുത്തത് അതിശയോക്തി. അതിശയോക്തി ഓപ്പോസിറ്റ് വരുന്നത് ന്യൂനോക്തി. അതിശയോക്തി വിപരീതം ന്യൂനോക്തി. അധോമുഖൻ. അധോമുഖൻ വിപരീതം വരുന്നത് ഊർധമുഖൻ. ഊർധമുഖൻ എന്നാണ് വിപരീതം വരുന്നത്. അഭിജ്ഞൻ അജ്ഞൻ അല്ലെങ്കിൽ അനഭിജ്ഞൻ. അന്തർഭാഗം ബഹിർഭാഗം. അപരാധി നിരപരാധി. അരിശം പിരിശം. അസ്തമയം ഉദയം. അടിയാർ കുടിയാർ. അമുഷ്മിക ഐഹിക. അതിശയോക്തി ന്യൂനോക്തി. അധോമുഖൻ ഊർധമുഖൻ. ഓക്കെ അല്ലേ? അടുത്തത് അഭൗമം. അഭൗമം വിപരീതം ഭൗമം. അഭൗമം വിപരീതം ഭൗമം. ആസ്തി. ആസ്തി വിപരീതം നാസ്തി. ആസ്തി വിപരീതം നാസ്തി. അടുത്തത് അതിവൃഷ്ടി. അതിവൃഷ്ടി ഭയങ്കര കഠിനമായ മഴ എന്ന അർത്ഥത്തിലാണ് വരുന്നത്. അനാവൃഷ്ടി കുറവ്. അതിവൃഷ്ടി അനാവൃഷ്ടി. അടുത്തത് അല്പം. അല്പം കുറച്ച്. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് അനൽപം. അപജാതൻ. അപജാതൻ ഓപ്പോസിറ്റ് അതിജാതൻ. അപജാതൻ ഓപ്പോസിറ്റ് വരുന്നത് അതിജാതൻ. അടുത്തത് ആക്രമണം. ആക്രമണം
ആക്രമണം. ആക്രമണം എന്താണ്? പ്രതിരോധം. ആക്രമണം, പ്രതിരോധം. ആസ്തികൻ. ആസ്തികൻ ഈശ്വരവിശ്വാസമുള്ളവൻ. നാസ്തികൻ ഈശ്വരവിശ്വാസം ഇല്ലാത്തവൻ. ആച്ഛാദനം. ആച്ഛാദനം മറയ്ക്കുക. അനാച്ഛാദനം മറനീക്കൽ. അച്ഛൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തു, അതായത് മറനീക്കി. ആച്ഛാദനം ഓപ്പോസിറ്റ് വരുന്നത് അനാച്ഛാദനം. അടുത്ത ആന്തരം. ആന്തരം ഓപ്പോസിറ്റ് എന്താണ്? ബാഹ്യം. ആന്തരം ഉൾവശം, ബാഹ്യം പുറം വശം. ആന്തരം ഓപ്പോസിറ്റ് വരുന്നതാണ് ബാഹ്യം. ആഭ്യന്തരം. ആഭ്യന്തരം ഓപ്പോസിറ്റ് ബാഹ്യമാണ്. നോക്കുക, ആന്തരം ഓപ്പോസിറ്റ് വരുന്ന ബാഹ്യമാണ്. ആഭ്യന്തരം എന്നതിൻ്റെ ഓപ്പോസിറ്റ് വരികയാണെങ്കിൽ എന്താണ്? ബാഹ്യം എന്നാണ്. അഭൗമം, ഭൗമം. ആസ്തി ഓപ്പോസിറ്റ് എന്താണ്? നാസ്തി. അതിവൃഷ്ടി, അനാവൃഷ്ടി. അല്പം, അനൽപം. അപജാതൻ, അതിജാതൻ. ആക്രമണം, പ്രതിരോധം. ആസ്തികൻ, നാസ്തികൻ. ആച്ഛാദനം, അനാച്ഛാദനം. ആന്തരം, ബാഹ്യം. ആഭ്യന്തരം, ബാഹ്യം. അടുത്തത് അവശൻ. അവശൻ എന്നതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ആരോഗ്യവാൻ. അവശൻ എന്നതിൻ്റെ ഓപ്പോസിറ്റ് ആരോഗ്യവാൻ. ആർത്തി. ആർത്തി എന്നതിൻ്റെ ഓപ്പോസിറ്റ് അനാർത്തി. ആർത്തി, അനാർത്തി. ആർജവം. ആർജവം കൗടില്യം. ആർജവം നേര്. കൗടില്യം എന്താണ്? കപടത, അതായത് കള്ളം. കൗടില്യം അല്ലെങ്കിൽ വക്രത എന്നും വരാം. ആർജവം, കൗടില്യം അല്ലെങ്കിൽ വക്രത. അടുത്ത ആഡംബരം. ആഡംബരം, അനാഡംബരം. ആഡംബരം കാണിക്കുക, അനാഡംബരം. ആയം. ആയം എന്നതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് വ്യയം. ആയം വരവ്, വ്യയം തടസ്സം. ആയം ഓപ്പോസിറ്റ് വരുന്നത് വ്യയം. ആർദ്രം. ആർദ്രം ഓപ്പോസിറ്റ് സാന്ദ്രം. ആത്മനിഷ്ഠം, വസ്തുനിഷ്ഠം. ആത്മനിഷ്ഠം വിപരീതം വസ്തുനിഷ്ഠം. ആത്മനിഷ്ഠം വിപരീതം വരുന്നത് വസ്തുനിഷ്ഠം. അടുത്ത ആഗമനം. ആഗമിക്കുക, നിർഗമിക്കുക. ആഗമിക്കുക വരിക, നിർഗമിക്കുക പോവുക. ആഗതം. ആഗതം നിർഗതം. ആഗതം നിർഗതം. ആഗതൻ, നിർഗതൻ. ആഗമനം, നിർഗമനം. ആഗതം, നിർഗതം. ആഗതൻ, നിർഗതൻ. ഓക്കെ. അടുത്ത ആരോഹണം. ആരോഹണം എന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അവരോഹണം. ചോദിച്ചിട്ടുണ്ട്. ആരോഹണം ഓപ്പോസിറ്റ് അവരോഹണം. ആപത്ത്. ആപത്ത് ഓപ്പോസിറ്റ് സമ്പത്ത്. ആപത്ത്, സമ്പത്ത്. ആശ്രയം. ആശ്രയം, അനാശ്രയം. ആശ്രയം എന്നതിൻ്റെ വിപരീതം അനാശ്രയം. ആദിമം. ആദിമം ആദ്യത്തേത്. അന്തിമം അവസാനത്തേത്. ആദിമം ഓപ്പോസിറ്റ് അന്തിമം. ആമയം. ആമയം രോഗം. നിരാമയം രോഗമില്ലാത്ത. ആമയം ഓപ്പോസിറ്റ് നിരാമയം. അടുത്തത് ആസ്ഥ. ആസ്ഥ ഓപ്പോസിറ്റ് വരുന്നത് എന്താണ്? അനാസ്ഥ. ആസ്ഥ, അനാസ്ഥ. ആശാസ്യം. ആശാസ്യം വിപരീതം അനാശാസ്യം. ആശാസ്യം വിപരീതം അനാശാസ്യം. ആവൃതം. ആവൃതം വിപരീതം അനാവൃതം. ആവൃതം വിപരീതം അനാവൃതം. ആർജിക്കുക. ആർജിക്കുക, വർജിക്കുക. ആർജിക്കുക, വർജിക്കുക. ആദി. ആദി അന്തം. ആദി ഓപ്പോസിറ്റ് വരുന്നതാണ് അന്തം. അടുത്തത് ആധുനികം. ആധുനികം ഓപ്പോസിറ്റ് പുരാതനം അല്ലെങ്കിൽ പ്രാചീനം. ആധുനികം ഓപ്പോസിറ്റ് പുരാതനം അല്ലെങ്കിൽ പ്രാചീനം. അടുത്ത ആദാനം. ആദാനം ഓപ്പോസിറ്റ് പ്രധാനം. ആദാനം ഓപ്പോസിറ്റ് വരുന്നത് പ്രധാനം. ആദാനം, പ്രധാനം. ആകുലം. ആകുലം ഓപ്പോസിറ്റ് അനാകുലം. ആകുലം ഓപ്പോസിറ്റ് എന്താണ്? അനാകുലം. ആകുലം, അനാകുലം. ആര്യൻ. ആര്യൻ, അനാര്യൻ. ആര്യൻ എന്നതിൻ്റെ ഓപ്പോസിറ്റ് അനാര്യൻ. ആര്യൻ, അനാര്യൻ. ആഭിമുഖ്യം. ആഭിമുഖ്യം ഓപ്പോസിറ്റ് എന്താണ്? വൈമുഖ്യം. ആഭിമുഖ്യം, വൈമുഖ്യം. ആദരം. ആദരം വിപരീതം അനാദരം. ആദരം വിപരീതം അനാദരം. ആഘാതം. ആഘാതം അടി. പ്രത്യാഘാതം തിരിച്ചടി. ആഘാതം, പ്രത്യാഘാതം. ആവരണം. ആവരണം ചെയ്യപ്പെട്ടത്, പൊതിഞ്ഞത് അല്ലെങ്കിൽ മൂടപ്പെട്ടത്. അനാവരണം പൊതിയാത്തത്, മൂടപ്പെടാത്തത്. ആവരണം ഓപ്പോസിറ്റ് എന്താണ്? അനാവരണം. ആധിക്യം. ആധിക്യം വൈരല്യം. ആധിക്യം, വൈരല്യം. ആപൽക്കാലം. ആപൽക്കാലം സമ്പത്കാലം. ആപത്കാലം, സമ്പത്കാലം. അടുത്തത് എന്താണ്? ആവിർഭാവം. ആവിർഭാവം തിരോഭാവം. ആവിർഭാവം, തിരോഭാവം. ആശ. ആശ എന്നതിൻ്റെ വിപരീതം നിരാശ. ആശ എന്നതിൻ്റെ വിപരീതം നിരാശ. അടുത്ത ഇകഴ്ത്തൽ. ഇകഴ്ത്തൽ പരിഹസിക്കുക. പുകഴ്ത്തൽ
എന്താണെന്ന് അറിയാലോ? ഇകഴ്ത്തൽ, പരിഹസിക്കുക. അതിൻ്റെ ഓപ്പോസിറ്റാണ് പുകഴ്ത്തൽ. ഇഷ്ടം, ഇഷ്ടം, അനിഷ്ടം, ഇഷ്ടം, അനിഷ്ടം. ഇളപ്പം, ഇളപ്പം, മൂപ്പ് അല്ലെങ്കിൽ വലുപ്പം, മൂപ്പ് അല്ലെങ്കിൽ വലുപ്പം. ഇഹം, ഇഹം, പരം. ഇമ്പം, ഇമ്പം, എന്താണ്? ഇമ്പം, സന്തോഷം. തുമ്പം, ദുഃഖം. ഇമ്പം ഓപ്പോസിറ്റ് വരുന്നതാണ് തുമ്പം. ഈദൃശം, ഈദൃശം, ഇപ്രകാരം. സദൃശം, സദൃശം എന്താണ്? സാമ്യം അല്ലെങ്കിൽ തദൃശം, തദൃശം, അപ്രകാരം. ഈദൃശ്യം ഇപ്രകാരമാണ്, തദൃശ്യം അപ്രകാരം, അല്ലെങ്കിൽ സദൃശ്യം എന്ന ഓപ്ഷനെ ചോദിച്ചേക്കാം. സദൃശ്യം, സാമ്യം. അടുത്ത ഉദ്ഗതി, ഉദ്ഗതി വിപരീതം അധോഗതി, ഉദ്ഗതി വിപരീതം അധോഗതി. ഉത്കർഷം, ഉത്കർഷം, അപകർഷം, ഉത്കർഷം, അപകർഷം. എന്താണ്? ഉത്കർഷം, അപകർഷം. ആവിർഭാവം, തിരോഭാവം, ആശ, നിരാശ, ഇകഴ്ത്തൽ, പുകഴ്ത്തൽ, ഇഷ്ടം, അനിഷ്ടം, ഇളപ്പം, മൂപ്പ് അല്ലെങ്കിൽ വലുപ്പം. ഇഹം എന്നതിൻ്റെ വിപരീതം പരം. ഇമ്പം എന്നതിൻ്റെ വിപരീതം തുമ്പം. ഈദൃശം സദൃശം അല്ലെങ്കിൽ തദൃശം. ഉദ്ഗതി അധോഗതി. ഉത്കർഷം വിപരീതം വരുന്നത് അപകർഷം. അടുത്തത് ഉത്കൃഷ്ടം, ഉത്കൃഷ്ടം, അപകൃഷ്ടം അല്ലെങ്കിൽ നികൃഷ്ടം. ഉത്കൃഷ്ടം, അപകൃഷ്ടം അല്ലെങ്കിൽ നികൃഷ്ടം. ഉത്കൃഷ്ടം വിപരീത പദങ്ങളാണ്. അപകൃഷ്ടം അല്ലെങ്കിൽ നികൃഷ്ടം. ഉന്നയനം, ഉന്നയനം, അവനയനം, ഉന്നയനം, അവനയനം. ഉപജയം, ഉപജയം, അപജയം, ഉപജയം, അപജയം. ഉഷ്ണം, ഉഷ്ണം ചൂട്, ശീതം തണുപ്പ്. ഉഷ്ണം ഓപ്പോസിറ്റാണ് ശീതം. ഉഷ്ണാംശു സൂര്യൻ, ശീതാംശു ചന്ദ്രൻ. ഉഷ്ണാംശു വിപരീതം ശീതാംശു. അടുത്ത ഉഗ്രം, ഉഗ്രം വിപരീതം വരുന്നത് ശാന്തം. ഉഗ്രം വിപരീതം ശാന്തം. ഉചിതം, ഉചിതം വിപരീതം അനുചിതം. ഉചിതം, അനുചിതം. ഉറ്റവൻ വിപരീതം പറ്റവൻ. ഉറ്റവൻ വിപരീതം പറ്റവൻ. ഉച്ചം വിപരീതം നീചം. ഉച്ചം മേന്മ, നീചം എന്താണ്? മോശം അല്ലെങ്കിൽ തിന്മ. അടുത്തത് ഉത്തരം, ഉത്തരം ഓപ്പോസിറ്റ് ദക്ഷിണം. ഉത്തരം ദക്ഷിണം. ഒന്നുകൂടെ നോക്കാം. ഉത്കൃഷ്ടം വിപരീത പദം അപകൃഷ്ടം അല്ലെങ്കിൽ നികൃഷ്ടം. ഉന്നയനം അവനയനം. ഉപജയം അപജയം. ഉഷ്ണം ശീതം, ഉഷ്ണാംശു ശീതാംശു. ഉഗ്രം ശാന്തം. ഉചിതം അനുചിതം. ഉച്ചവൻ പറ്റവൻ. ഉച്ചം നീചം. ഉത്തരം വിപരീതം ദക്ഷിണം. അടുത്തത് ഉദാത്തം, ഉദാത്തം എന്നതിൻ്റെ വിപരീതം അനുദാത്തം. ഉദാത്തം എന്നതിൻ്റെ വിപരീതം അനുദാത്തം. അടുത്ത ഉന്മേഷം, ഉന്മേഷം എന്നതിൻ്റെ വിപരീതം വരുന്നത് നിമേഷം അല്ലെങ്കിൽ ക്ഷീണം. ഉന്മേഷം ക്ഷീണം അല്ലെങ്കിൽ നിമേഷം. അടുത്ത ഉന്മുഖം, ഉന്മുഖം വിപരീതം വിമുഖം. ഉന്മുഖം വിപരീതം വിമുഖം. ഉത്പതിഷ്ണു, ഉത്പതിഷ്ണു എന്നാൽ പുരോഗമനവാദി. ഉത്പതിഷ്ണു പുരോഗമനവാദിയാണ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് യാഥാസ്ഥിതികൻ. അതായത് നിലവിലുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് യാഥാസ്ഥിതികൻ. ഉത്പതിഷ്ണു ഓപ്പോസിറ്റ് എന്താണ്? യാഥാസ്ഥിതികൻ. ഉദാരൻ, ഉദാരൻ ഓപ്പോസിറ്റ് വരുന്നത് കൃപണൻ. ഉദാരൻ വിപരീതം കൃപണൻ. അടുത്ത ഉദ്ഗ്രഥനം, ഉദ്ഗ്രഥനം വിപരീതം അപഗ്രഥനം. ഉദ്ഗ്രഥനം വിപരീതം അപഗ്രഥനം. ഉന്മദ്യം, ഉന്മദ്യം വിപരീതം വരുന്നത് നദമധ്യം. ഉന്മദ്യം വിപരീതം നദമധ്യം. ഉദ്ധതം, ഉദ്ധതം വിപരീതം സൗമ്യം. ഉദ്ധതം വിപരീതം വരുന്നത് സൗമ്യം. ഉന്മീലനം ചോദിച്ചിട്ടുണ്ട്. ഉന്മീലനം വിപരീതം നിമീലനം. ഉന്മീലനം വിപരീതം നിമീലനം. ഉന്മുഖൻ, ഉന്മുഖൻ വിപരീതം അധോമുഖൻ. ഉന്മുഖൻ വിപരീതം അധോമുഖൻ. ഉദാത്തം വിപരീതം അനുദാത്തം. ഉന്മേഷം വിപരീതം നിമേഷം അല്ലെങ്കിൽ ക്ഷീണം. ഉന്മുഖം വിപരീതം വിമുഖം. ഉത്പതിഷ്ണു യാഥാസ്ഥിതികൻ. ഉദാരൻ കൃപണൻ. ഉദ്ഗ്രഥനം അപഗ്രഥനം. ഉന്മധ്യം നദമധ്യം. ഉദ്ധതം സൗമ്യം. ഉന്മീലനം നിമീലനം. ഉദ്മുഖൻ എന്താണ്? അധോമുഖൻ. അടുത്തത് ഉപകാരം. ഉപകാരം എന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഉപദ്രവം. ഉപകാരം ചെയ്യുക ഉപദ്രവിക്കുക. ഉഭേദം ഓപ്പോസിറ്റ് അഭേദം. ഉഭേദം അഭേദം. ഉപകൃതം, ഉപകൃതം ഓപ്പോസിറ്റ് അപകൃതം. ഉപകൃതം അപകൃതം. ഉന്നതി, ഉന്നതി എന്നതിൻ്റെ വിപരീതം അവനതി. ഉന്നതി അവനതി. ഉപക്രമം, ഉപക്രമം വിപരീതം ഉപസംഹാരം. ഉപക്രമം വിപരീതം ഉപസംഹാരം.
അടുത്തത് ഉത്തരപക്ഷം, ഉത്തരപക്ഷം, പൂർവപക്ഷം, ഉത്തരപക്ഷം, പൂർവപക്ഷം. അടുത്തത് ഉത്തമം, ഉത്തമം, അധമം, ഉത്തമം, അധമം, ഉത്തമൻ, അധമൻ, ഉത്തമൻ, ഉത്തമം, അധമം, ഉത്തമൻ, അധമൻ. ഉത്തരപക്ഷം, പൂർവപക്ഷം. ഉച്ഛ്വാസം, ഉച്ഛ്വാസം, നിശ്വാസം, ഉച്ഛ്വാസം, നിശ്വാസം. ഉജ്ജ്വലം, ഉജ്ജ്വലം, അലസം, ഉജ്ജ്വലം, അലസം. അടുത്ത ഉത്സാഹം, ഉത്സാഹം എന്നതിൻ്റെ വിപരീതം നിരുത്സാഹം, ഉത്സാഹം എന്നതിൻ്റെ വിപരീതം നിരുത്സാഹം. അടുത്തത് ഉത്പത്തി, ഉത്പത്തി എന്നതിൻ്റെ വിപരീതം വരുന്നത് നാശം, ഉത്പത്തി വിപരീതം നാശം, ഉത്പത്തി നാശം. ഊഷരം, ഊഷരം വിപരീതം ഊർവരം, ഊഷരം ഊർവരം. ഊഷ്മളം, ഊഷ്മളം വിപരീതം എന്താണ്? ശീതളം, ഊഷ്മളം ശീതളം. ഋജു, ഋജു നേരെ, വക്രം വളഞ്ഞത്, ഋജു ഓപ്പോസിറ്റ് വക്രം. ഋണം, ഋണം വിപരീത പദം വരുന്നത് അനിഋണം എന്നാണ്. ഋണം എന്നാൽ കടം, അനിഋണം എന്താണ്? കടമില്ലാത്തത്. ഋണം അനിഋണം. അടുത്തത് ഋതം, ഋതം അനിർദ്ധം, ഋതം സത്യം, അനിർദ്ധം എന്താണ്? സത്യമല്ലാത്തത്. അടുത്ത ഋഷി, അനിർഷി, ഋഷി അനിർഷി. എളുപ്പം, പ്രയാസം, എളുപ്പം പ്രയാസം. ഏകാഗ്രത, വ്യഗ്രത, ഏകാഗ്രത വ്യഗ്രത. ഉത്സാഹം, നിരുത്സാഹം. ഉത്പത്തി വിപരീതം നാശം, ഊഷരം വിപരീതം ഊർവരം, ഊഷ്മളം വിപരീതം ശീതളം, ഋജു വിപരീതം വക്രം. ഋണം വിപരീതം അനിഋണം, ഋതം വിപരീതം അനിർദ്ധം, ഋഷി വിപരീതം അനിർഷി. എളുപ്പം വിപരീതം പ്രയാസം, ഏകാഗ്രത വിപരീതം വ്യഗ്രത. അടുത്തത് ഏറ്റം, ഏറ്റം വിപരീതം വരുന്നത് ഇറക്കം, ഏറ്റം വിപരീതം ഇറക്കം. ഏകം, ഏകം വിപരീതം അനേകം, ഏറ്റം ഇറക്കം, ഏകം അനേകം. ഏകത്വം, ഏകത്വം, നാനാത്വം, ഏകത്വം നാനാത്വം. ഏണിക്കുക, കോണിക്കുക, ഏണിക്കുക വിപരീതം കോണിക്കുക. ഐഹികം വിപരീതം പാരത്രികം, ഐഹികം വിപരീതം പാരത്രികം. ഐക്യം വിപരീതം അനൈക്യം, ഐക്യം വിപരീതം വരുന്നത് അനൈക്യം. ഒളിവ് വിപരീതം തെളിവ്, ഒളിവ് വിപരീതം തെളിവ്, ഒളിയുക തെളിയുക. ഒരുമ ഇരുമ, ഒരുമ വിപരീതം ഇരുമ. ഓജം വിപരീതം വരുന്നത് യുഗ്മം, ഓജം വിപരീതം യുഗ്മം. അടുത്തത് ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ അറിയാമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ഊഷരം എന്ന പദത്തിന്റെ വിപരീത പദമേത്? ഓപ്ഷൻസ് നോക്കാം. ഉറവ, ആർദ്രം, ഉർവരം ഇതൊന്നുമല്ല. ഊഷരം എന്നതിൻ്റെ വിപരീത പദം ഇപ്പം നമ്മൾ നോക്കിയിട്ടേ ഉള്ളൂ. ഏതാണ്? ഉർവരം. ഊഷരം വിപരീതം വരുന്നത് ഉർവരം. അടുത്തത് അജഞ്ചലം എന്ന പദത്തിൻ്റെ ശരിയായ വിപരീത പദം തിരഞ്ഞെടുക്കുക. അജഞ്ചലം എന്ന പദത്തിൻ്റെ ശരിയായ വിപരീതം അജഞ്ചലം എന്താണ്? നിർജീവം, ചഞ്ചലം, ചപലം, ചഞ്ചം. അജഞ്ചലം എന്ന പദത്തിൻ്റെ വിപരീതം എന്താണ്? ചഞ്ചലമാണ് വരിക. അജഞ്ചലം വിപരീതം വരുന്നത് ചഞ്ചലം. അടുത്തത് വിപരീത പദം ഏത്? ആശാസ്യം. വിപരീത പദം ആശാസ്യം. വിപരീതം എന്താണ്? അനാശാസ്യം, അപഹാസ്യം, പരിഹാസ്യം, ആക്ഷേപാസ്യം. എന്താണ് വരുന്നത്? ആശാസ്യം എന്നതിൻ്റെ വിപരീതം അനാശാസ്യം. ആശാസ്യം വിപരീതം വരുന്നത് അനാശാസ്യം. അടുത്തത് വിപരീത പദം എഴുതുക. അണിമ. അണിമ എന്ന പദത്തിൻ്റെ വിപരീതം ലഘിമ, ഗരിമ, ലഘുമ, തനിമ. അണിമ എന്ന പദത്തിൻ്റെ വിപരീതം ഏതാണ്? എല്ലാവർക്കും കിട്ടിക്കാണും. ഗരിമ. അണിമ, ഗരിമ. ഓക്കെ അല്ലേ? അടുത്തത് ആമയം എന്ന വാക്കിൻ്റെ വിപരീത പദം ആമയം. അമേയം, അസ്വാസ്ഥ്യം, ദുഃഖം, നിരാമയം. ആമയം എന്ന പദത്തിൻ്റെ വിപരീതം എന്താണ്? നിരാമയം. ഓപ്ഷൻ ഡി ആണ് നിരാമയം. ആമയം വിപരീതം നിരാമയം. അടുത്തത് ഉൽഗതി എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? ഉൽഗതി എന്നും ചോദിക്കാറുണ്ട്, ഉദ്ഗതി എന്നും ചോദിക്കാം. പുരോഗതി, അധോഗതി, സദ്ഗതി, സദാഗതി. ഉദ്ഗതി എന്നതിൻ്റെ വിപരീതം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 3 മാത്രം ശരി, ഓപ്ഷൻ ബി 2 മാത്രം ശരി, ഓപ്ഷൻ സി 1 മാത്രം ശരി, ഓപ്ഷൻ ഡി 4 മാത്രം ശരി. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ്, 2 മാത്രം ശരി. ഉദ്ഗതി എന്താണ്? അധോഗതി. ഉദ്ഗതി വിപരീതം വരുന്നത് അധോഗതി.
അടുത്ത ചുവടെ തന്നിട്ടുള്ള വിപരീത പദങ്ങളിൽ ശരിയായത് ഏതെല്ലാം? ആർജവം, ആത്മീയം, ആദാനം, ആന്തരം. ഇവിടെ തന്നിട്ടുണ്ട് ഭൗതികം, കൗടില്യം, ബാഹ്യം, പ്രധാനം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1B 2A 3D 4C. ഓപ്ഷൻ ബി 1D 2B 3C 4A. ഓപ്ഷൻ സി 1B 2D 3A 4C. ഓപ്ഷൻ ഡി 1D 2A 3C 4B. ഇതിൽ ഏതായിരിക്കും ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്? ആർജവം. ആർജവം എന്താണ്? കൗടില്യം. ആർജവം കൗടില്യം. ആർജവം എന്താണ്? കൗടില്യം. ആത്മീയം. ആത്മീയം എന്തായിരിക്കും? ഭൗതികം. ആത്മീയം ഭൗതികം. ആദാനം. ആദാനം പ്രധാനം. ആദാനം പ്രധാനം. ആന്തരം എന്താണ്? ബാഹ്യം. ആന്തരം ബാഹ്യം. അപ്പോൾ ഓപ്ഷൻ ഏതാണ് വരിക? ഓപ്ഷൻ എ ആണ്. 1B 2A 3D 4C. ഓപ്ഷൻ എ ആണ് വരുന്നത് ശരിയായിട്ടുള്ള ആൻസർ. അനശ്വരതയെക്കുറിച്ചുള്ള ചിന്തകളാണ് മനുഷ്യനെ ആത്മീയതയിലേക്ക് നയിക്കുന്നത്. അനശ്വരത എന്താണ്? നൈരാശ്യം, നശ്വരം, നരകം. നിരന്തരം പഠിച്ചിട്ടേ ഉള്ളൂ. അനശ്വരത, വിപരീതം എന്താണ് വരുന്നത്? നശ്വരം. അനശ്വരത, വിപരീതം, നശ്വരം. അടുത്തത് അധികം എന്ന പദത്തിന്റെ വിപരീത പദം എഴുതുക. അധികം എന്ന പദത്തിന്റെ വിപരീതം വ്യയം, ഛേദം, ന്യൂനം, അമരം. അധികം എന്ന പദത്തിന്റെ വിപരീത പദം ന്യൂനം. ന്യൂനമാണ് അധികം എന്ന പദത്തിന്റെ വിപരീതം. ഓക്കെ അല്ലേ? അപ്പോൾ ഇനിയും നമുക്ക് കുറേ വിപരീത പദങ്ങൾ പഠിച്ചെടുക്കാനുണ്ട്. എല്ലാവരും ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്ത് പോവുക. ക്ലാസ്സസ് പെൻഡിങ് വെക്കുകയാണെങ്കിൽ അത് വേറൊരു ദിവസം കാണുക. മലയാളം ക്ലാസ്സസ് അപ്പോൾ തുടർച്ചയായിട്ട് കാണാൻ വേണ്ടി ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഉപയോഗിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കുറച്ച് വിപരീത പദങ്ങളുമായി കാണാം. എല്ലാവർക്കും നന്ദി.